ബഹുമാനപ്പെട്ട മാഷ് പറഞ്ഞതുപോലെ CAC വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി സംസ്ഥയുടെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുമുള്ളത്. CAC എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണെന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ കീഴിൽ 1986 സ്ഥാപിതമായ വളാഞ്ചേരി മർക്കസ്, ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിലെ ഒരു സ്ഥാപനമാണ് ഈ അറബ് കോളേജ്. അവിടെ അധ്യാപകനായി നിയമിതനായ ഒരു ഉസ്താദായിരുന്നു ആദർശേരി അബ്ദുൽ ഹക്കീം ഫൈസി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി നടന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പറായിരുന്ന PP മുഹമ്മദ് ഫൈസി, അദ്ദേഹം മലപ്പുറം ജില്ലാ സമസ്തയുടെ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹവും സമസ്ത മുഷാവറ മെമ്പറായിരുന്ന ഇബ്രാഹിം പുത്തൂർ ഫൈസി, ഇവർ 3 പേരും ചേർന്നുകൊണ്ട് ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കൂടുതൽ ചടുലമാക്കുകയും സജീവമാക്കുകയും ചെയ്തു. സമസ്തയുടെ കീഴിലുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ സമസ്തയെ അംഗീകരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിലേക്ക് ആകർഷിച്ചു. അതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് മുഹമ്മദ് ഫൈസി, PP മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അങ്ങനെ അവരുടെയൊക്കെ ശ്രമഫലമായി പല സ്ഥാപനങ്ങളും ഇതിനോട് അഫിലിയേറ്റഡ് ആവാൻ താല്പര്യപ്പെടുകയും അതിന് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ, തീർത്തും സമസ്തയുടെ ഈ വളാഞ്ചേരി മർക്കസിന്റെ കീഴിലായി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് CAC. അതുകൊണ്ട് തന്നെ സമസ്തയുടെ പ്രവർത്തകരൊക്കെ അതിനുവേണ്ടി നല്ലവണ്ണം പ്രവർത്തിക്കുകയും ഒരുപാട് സ്ഥാപനങ്ങൾ അതിലേക്ക് വരികയും ചെയ്തു. എന്നാൽ അതിങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ചില സംശയകരമായ ചില പ്രവർത്തനങ്ങൾ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. അതിന്റെ ആദ്യ ബിരുദദാന സമ്മേളനം നടക്കുന്നു. ആ ബിരുദത്തിൽ ഇത് സമസ്തയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ്, അതിൽ പഠിച്ചിറങ്ങിയവരാണ് എന്ന് ആ ബിരുദത്തിൽ മെൻഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടുകയും ബഹുമാനപ്പെട്ട അതിന്റെ അന്നത്തെ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ ശക്തമായി അത് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ചില സാഹചര്യങ്ങളുണ്ടായി. ചെയ്തിട്ട് പോലും അദ്ദേഹം അതിന് വിസമ്മതിച്ചു. വളരെ ഗൌരവത്തിൽ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അതിന് താക്കീത് ചെയ്യുന്ന ലെറ്റർ വരെ അയക്കേണ്ടി വന്നു. പിന്നീട് അങ്ങനെ അന്നു മുതൽ തന്നെ സംശയത്തിന് ഇട നൽകുന്ന ചില പ്രവർത്തനങ്ങൾ കണ്ടു തുടങ്ങി. അതിനുശേഷം പിന്നീട് ഇതിന്റെ പ്രവർത്തനങ്ങളെ സ്വതന്ത്രമാക്കാനുള്ള ഒരു ശൈലിയിൽ ഭരണഘടനയിലുള്ള ചില ക്ലോസുകളൊക്കെ മാറ്റം വരുത്തുകയും ആ തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവർ വിവാഹം കഴിക്കാൻ പാടില്ല, ഒരു നിലക്കും ഒരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കർശനമായ തീരുമാനമെടുക്കുകയും അങ്ങനെ വിവാഹം കഴിക്കുന്ന നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോ ഡിഗ്രി അവസാന വർഷമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാവും. അവരുടെ മാതാപിതാക്കളുടെ ആരോഗ്യനിലയും മറ്റൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല യോജിച്ചൊരു കാര്യം വരുമ്പോൾ മാതാപിതാക്കൾ അതിന് തയ്യാറാവും. ആ സമയത്ത് അതിനെ പൂർണ്ണമായി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചിലപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയും എന്നല്ല, അങ്ങനെ വിവാഹം കഴിച്ച പെൺകുട്ടികളെ തുടർന്ന് പഠിക്കാൻ അവർക്ക് അവസരം നിഷേധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഏതാനും അതുമായി ബന്ധപ്പെട്ട ചില നിവേദനങ്ങൾ, ചില കംപ്ലൈന്റുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോൾ സമസ്ത ഔദ്യോഗികമായി ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഒരു 7 അംഗ സമിതിയെ നിയോഗിച്ചു. വേറെയും ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാനും അദ്ദേഹവുമായി ആ കാര്യങ്ങൾ സംസാരിക്കാനും ഉന്നത നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയെ നിയോഗിക്കുകയാണ്. അവർ പലവട്ടം ഇദ്ദേഹവുമായി സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ കൂടെ പലരും ഉണ്ടാവും, അങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ ആ സംസാരത്തിലൊന്നും ഒരു മറ്റു ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല നിലയിൽ പരിഹരിക്കപ്പെട്ടു മറ്റു ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇദ്ദേഹം തീരെ
ഒരു തരം നെഗറ്റീവായി, ഒരു തീരെ സഹകരിക്കാത്ത ഒരു നിസ്സഹകരണ സ്വഭാവം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവുകയും ഒരു വേള ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം അവസാനം പറഞ്ഞത്, എന്റെ നിലപാട് അതാണ്, ഈ കുട്ടികൾ ഈ പഠിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് എനിക്ക് തെളിയിക്കാൻ കഴിയും. അതിന് വേണമെങ്കിൽ നിങ്ങളുമായി ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാണ്. സമസ്തയുടെ നേതാക്കളോടാണ് ഈ പറയുന്നത്. ഇത് ഇങ്ങനൊന്നും ചെയ്യേണ്ടുന്നൊരു വിഷയമല്ലല്ലോ. ലോകത്ത് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലും ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ ഇപ്പോ ഡിഫൻസ് പഠനം അതിന്റെ വിദ്യാഭ്യാസത്തിലുണ്ടോ എന്ന് തോന്നുന്നു അല്ലെ. ബാക്കി വേറെ എവിടെയും നമ്മളിത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വാശി പിടിക്കുകയും അതിനുവേണ്ടി ഞാൻ ഒരു മുനാവറക്ക് വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് തുടങ്ങിയുള്ള ചില പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹവുമായി നേരിട്ടിരുന്ന് ചർച്ചയിൽ ഇനി വലിയൊരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ ഉസ്താദുമാര്, നേതാക്കളും അത് മുഷാവറയിൽ ചർച്ച ചെയ്യുകയും പിന്നീടുള്ള സംസാരങ്ങൾ, പിന്നീടുള്ള ചർച്ചകളൊക്കെ രേഖാമൂലം എഴുത്തിലൂടെ ആക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് കത്തിടപാടുകൾ നടത്തി. എന്നാൽ ഇതിനൊന്നും തന്നെ ഒരു കൃത്യമായ മറുപടി നൽകാതെ അതിൽ നിന്നൊഴിഞ്ഞു മാറുന്ന വിധത്തിലുള്ള മറുപടികൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി. അവസാനം മധ്യസ്ഥന്മാർ ഇടപെട്ടു. പല രൂപത്തിലുള്ള ചർച്ചകൾ നടന്നു. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു മധ്യസ്ഥനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പിന്നീട് CACയുടെ പ്രസിഡന്റായി. അത് തുടങ്ങുന്ന സമയത്ത് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് പ്രസിഡന്റ്. പിന്നീട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായി. അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ ആബിദ് ഹുസൈൻ തങ്ങൾ, മായിനാജി, സമസ്തയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇതിനുവേണ്ടി പിന്നീട് ചർച്ചയ്ക്ക് രണ്ടാമതൊരു സമിതിയെ തെരഞ്ഞെടുത്തത് 8 സമിതിയായിരുന്നു. അവർ കൂടെ ഇരുന്ന് പലവട്ടം ചർച്ച ചെയ്ത് ഒരു 9 ഇന പദ്ധതികൾ, ഒരു 9 ഇന കാര്യങ്ങൾ രൂപപ്പെടുത്തി ഒരു ഫോർമുല തയ്യാർ ചെയ്ത് അത് അവരും സമസ്തയും അംഗീകരിക്കണമെന്ന് തീരുമാനിക്കുകയും അതിന് അവരോട് മധ്യസ്ഥന്മാർ ആവശ്യപ്പെടുമെന്നും സമസ്ത ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നും സമസ്തയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകാൻ പാടില്ല എന്നും മധ്യസ്ഥന്മാർ ആവശ്യപ്പെടുകയും സമസ്ത അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഒരിക്കലും അതും അംഗീകരിക്കാൻ മറുപക്ഷം തയ്യാറായില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഒരു തരം പരിഹാസ രൂപത്തിലുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയത്. ഒരു വേള അതുമായി ബന്ധപ്പെട്ടൊരു മറുപടി തരുന്നത് ലെറ്റർ പേഡ് പോലും യഥാർത്ഥ ലെറ്റർ പേഡ് ആയിരുന്നില്ല. അതിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എന്ന് പോലും അതിൽ എഴുതിയിരുന്നില്ല. എന്നിട്ട് പോലും നമ്മൾ അപ്പോഴും ചർച്ച മുറിച്ചിടാതെ വീണ്ടും ചർച്ച തുടർന്നു. അവസാനം മധ്യസ്ഥന്മാരുടെ ഇടപെടൽ കൊണ്ട് ഒക്കെ ആയിരിക്കാം അവസാനം അതിനൊരു കത്ത് യഥാർത്ഥ രൂപത്തിൽ തന്നു. പക്ഷേ അതിലും ഈ 9 കാര്യം അംഗീകരിക്കാതെ, തുടക്കത്തിൽ അംഗീകരിച്ചു എന്ന് പറയുകയും പിന്നീട് ഈ 9 കാര്യത്തെ കൃത്യമായി മാറ്റിമറിച്ച് വക്രീകരിച്ചുകൊണ്ട് 7 കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തുകയും ഒരിക്കലും മുഷാവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് മാറ്റിമറിക്കുകയും ചെയ്തുകൊണ്ട് എഴുതി തന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നിട്ടും മറ്റേത് സംഘടനയാണെങ്കിലും പിന്നീട് ചർച്ചക്കൊന്നും ഇരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സമസ്ത വീണ്ടും ഇവിടെ ഇനിയും ഒരു ഭിന്നിപ്പോ മറ്റോ ഉണ്ടാവാതെ ഈ ഒരു സംവിധാനം തുടർന്നു പോകണമെന്ന നല്ല ലക്ഷ്യത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാവുകയും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിഷയം അറിയിക്കുകയും നമുക്കത് പരിഹരിക്കാമെന്ന നിലയിൽ വീണ്ടും ചർച്ചകൾ നടത്തുകയും ചെയ്തു. എന്നാൽ അതൊക്കെ നിഷ്ഫലമായി എന്ന് മാത്രമല്ല, അവസാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 10-ാം മാസം 9-ാം തീയതി മുഷാറ വിളിച്ചിരുന്നു. അതിന്റെ തൊട്ട് തലേന്ന് അവസാനത്തെ ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു ഇവരുമായിട്ട്. ആ സിറ്റിംഗിന്റെ തൊട്ടു മുമ്പ് അവര് മുഷാവറയുടെ തീരുമാനം തന്നെ അബ്ദുൽ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനവുമായി സമസ്തക്ക് സഹകരിക്കാൻ പറ്റില്ല എന്നാണ്. അത് മുമ്പ് തീരുമാനിച്ചതാണ്. അത് നിലനിൽക്കുന്നു. അതിന് നേരെ എതിരായി ഈ ഇരുത്തത്തിന്റെ തൊട്ടു മുമ്പ് 8-ാം തീയതി അവർ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9-ാം തീയതി കൂടിയ മുഷാവറയിൽ ഇതിനകത്ത് തങ്ങൾ സംസാരിച്ചു. അത് പിന്നെ അവർ തന്നെ ഇത് കേട്ടപ്പോൾ സ്തബ്ധരാകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്, ഉസ്താദുമാരിൽ നിന്ന് മനസ്സിലായത്. മുഷാവറയിൽ അവർ വിവരിച്ചതും അതാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വീണ്ടും ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ 9-ാം തീയതി നടന്ന മുഷാവറയിലും ഒരു നെഗറ്റീവായ തീരുമാനം എടുത്തില്ല. ഒന്നുകൂടെ നമ്മൾ പരിശോധിക്കാമെന്ന് കരുതി, കാത്തിരിക്കാമെന്ന് കരുതി. പക്ഷേ പിന്നെയും ആ കാത്തിരിപ്പ് നിഷ്ഫലമായി. ഒരു നിലക്കും ഇത് മുന്നോട്ട് പോകില്ല എന്ന് കണ്ടപ്പോൾ ഇക്കഴിഞ്ഞ മുഷാവറയിലാണ് അത് ഇനി ഈ പറയുന്ന കാര്യങ്ങൾ
തീരുമാനിച്ച് അംഗീകരിച്ച് നടപ്പിൽ വരുത്തിയാൽ നമുക്ക് പുനഃപരിശോധിക്കാം. അല്ലാത്ത കാലത്തോളം ഇനി ബന്ധമില്ല എന്ന് പൂർണ്ണമായി തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അദ്ദേഹം അതിൻ്റെ പേരിൽ വരികയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഒരുപാട് ആരോപണങ്ങൾ, എനിക്ക് സംസാരിക്കാനോ എനിക്ക് ചർച്ച ചെയ്യാനോ എന്നെ കേൾക്കാനോ തയ്യാറായില്ല തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. എന്നാൽ അതെല്ലാം വാസ്തവവിരുദ്ധം. പരമാവധി ഇത് നല്ല നിലക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനാവശ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മുഷാവറയിലും അവസാനം ബഹുമാനപ്പെട്ട തങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, അല്ല ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് പറഞ്ഞു, സാദ്ഖർ തങ്ങൾ വിളിച്ചിരുന്നു, നമുക്ക് ഇൻഷാ അല്ലാഹ് ആ 9 കാര്യങ്ങൾ അടങ്ങുന്ന ആ ഫോർമുല നമുക്ക് നടപ്പിലെടുക്കാം, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും നമുക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ അത് നടപ്പിലാക്കി വന്നാൽ പുനഃപരിശോധിക്കാം എന്നുകൂടെ സമസ്ത യോഗത്തിൽ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതാണ് ആമുഖമായി പറയാനുള്ളത്.